welcome back to another video. I hope all are fine. In this video, we discuss the imperfections in solids. We already studied that solids are perfect ordered arrangement. That is, crystalline solids are long range order. But this perfectly ordered arrangement, some deviation occurs. Some deviations in the perfectly ordered arrangement. During crystallization process occurs in moderate or high speed. During this process, some deviation occurs in their arrangement. This deviation imperfection in crystal. Deviation in the perfectly ordered arrangement in a crystal is said to be imperfection or defect in a crystal. More detail ആയിട്ട് ക്രിസ്റ്റലിലെ ഇംപെർഫെക്ഷനെ കുറിച്ച് പഠിക്കാം. അതായത് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ് രണ്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് പോയിന്റ് ഡിഫക്റ്റ് എന്നും ലൈൻ ഡിഫക്റ്റ് എന്നും. ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ് പോയിന്റ് ഡിഫക്റ്റ് എന്നും ലൈൻ ഡിഫക്റ്റ് എന്നും രണ്ട് ടൈപ്പിലുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് പോയിന്റ് ഡിഫക്റ്റിനെയാണ്. ഓക്കെ, ആദ്യം പോയിന്റ് ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇറഗുലാരിറ്റി ഓർ deviation from the ideal arrangement around a point or an atom in a crystal lattice. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നു. കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ പിക്ചറിൽ. ആ ഒരു പോയിന്റിന് എന്ത് സംഭവിക്കുന്നു? എന്തെങ്കിലും ഇറഗുലാരിറ്റി സംഭവിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോയിന്റ് ഡിഫക്റ്റ്. നിങ്ങൾ പിക്ചറിൽ നോക്കൂ, ഒരു പോയിന്റിന് വ്യത്യാസമാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ലൈൻ ഡിഫക്റ്റ്. ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഗുലാരിറ്റി ഓർ ഡീവിയേഷൻ ഫ്രം ദി ഐഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് ദ എൻറ്റയർ റോസ് ഓഫ് ലാറ്റിസ് പോയിന്റ്. ഒരു റോ മൊത്തമായിട്ട് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംപെർഫെക്ഷൻ രണ്ട് ടൈപ്പ് ക്ലാസിഫൈ ചെയ്തു, പോയിന്റ് ഡിഫക്റ്റ് എന്നോ ലൈൻ ഡിഫക്റ്റ് എന്നോ. നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാം. പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് പഠിക്കാം. പോയിന്റ് ഡിഫക്റ്റ് നോക്കൂ. പോയിന്റ് ഡിഫക്റ്റിനെ again classified into three types. ഏതൊക്കെയാണ്? stochiometric defect, non-stochiometric defect and impurity defect. Okay, first type stochiometric defect. എന്താണ് stochiometric defect എന്ന് പറഞ്ഞാൽ? stochiometric defectനെ thermodynamic defect എന്നും intrinsic defect എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് ഹീറ്റ് നടക്കുമ്പോൾ എന്തോ ചില ഡീവിയേഷൻ വരുന്നത് കൊണ്ടാണ് അതിനെ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നോ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന പേരിലും ഏത് ഡിഫക്റ്റിനെ അറിയപ്പെടുന്നു? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്, സ്റ്റോഷിയോമെട്രി എന്നുള്ള ടേം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡു നോട്ട് എഫക്ട് ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ എന്തിനെ എഫക്ട് ചെയ്യുന്നില്ല. ഈ ഡിഫക്റ്റിന്റെ ഫലമായിട്ട് അതിന്റെ സ്റ്റോഷിയോമെട്രിക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കൂ. അതായത് നോൺ അയോണിക് സോളിഡിന് അത് രണ്ട് ടൈപ്പിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നും വാക്കൻസി ഡിഫക്റ്റ് എന്നും രണ്ട് ടൈപ്പിനാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്. ഏതിന്റെ കേസിൽ? നോൺ അയോണിക് സോളിഡിന്റെ കേസിൽ. നോൺ അയോണിക് സോളിഡിന്റെ കേസിൽ ഉള്ള രണ്ട് ടൈപ്പ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഏതൊക്കെയാണ്? വാക്കൻസി ഡിഫക്റ്റ് എന്നും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നും. ബട്ട് ഇൻ അയോണിക് സോളിഡിന്റെ കേസിൽ ആ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? schottky defect and Frenkel defect.
ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്കൻസി ഡിഫക്റ്റിനെ കുറിച്ചാണ്. എന്താണ് വാക്കൻസി ഡിഫക്റ്റ്? അതായത് a crystal containing vacant lattice-site, a crystal containing vacant lattice-site, അതിൽ എന്തുണ്ടെങ്കിൽ വാക്കന്റ് ആയി കിടക്കുന്ന എന്തുണ്ടെങ്കിൽ ലാറ്റിസൈറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടല്ലോ ആ പിക്ചറിൽ നോക്കൂ, അതിന് അയൺ സപ്പോർട്ട്, അതിലുള്ള ആറ്റം സപ്പോർട്ട്, അവിടെ എന്ത് കാണുന്നു? വാക്കന്റ് സ്പേസ് കണ്ടല്ലോ. അങ്ങനെ വാക്കന്റ് ലാറ്റിസൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അവിടെ വാക്കന്റ് ആവുന്നത്? ഈ ഡിഫക്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുമ്പോഴാണ്? ഹീറ്റ് ചെയ്യുമ്പോഴാണ്. സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുമ്പോഴാണ്? ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ലാറ്റിസ് പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു? വാക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, വാക്കൻസി ആയി കഴിഞ്ഞാൽ അതിന്റെ മാസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാസ് ഡിക്രീസ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. എന്താ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ? മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ മാസ് ഡിക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയല്ലോ. വാക്കൻസി ഡിഫക്റ്റ്, a crystal containing vacant lattice-site is said to be vacancy defect. Clear? Second type defect ആണ് interstitial defect. എന്താ interstitial defect എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ some constituent particle occupying in the interstitial position. Interstitial positionൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എവിടെ പോയി ഓക്യുപ്പൈ ചെയ്യാണ്? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ പോയി ഓക്യുപ്പൈ ചെയ്യാണ് അല്ലേ? അതുകൊണ്ട് തന്നെ മാസ് കൂടും, സ്വാഭാവികമായിട്ട് അതിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? വാക്കൻസി ഡിഫക്റ്റിന്റെ ഫലമായിട്ട് ഡെൻസിറ്റി എന്താ ചെയ്തത്? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിന്റെ ഫലമായിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് എല്ലാ ഇയറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഏത് ടൈപ്പ് ക്രിസ്റ്റൽ ആണ്? അയോണിക് സോളിഡ് ആണ് എന്ത് കാണിക്കുന്നത്? ഷോട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, എന്താണ് ഷോട്ട്കി ഡിഫക്റ്റ്? എന്താണ് ഷോട്ട്കി ഡിഫക്റ്റ്? എനിക്ക് കാണിച്ചിട്ടുള്ളത് ഒരു പെർഫെക്റ്റ്ലി ഓർഡേർഡ് അയോണിക് സോളിഡിന്. എന്താ പെർഫെക്റ്റ്ലി ഓർഡേർഡ് എന്ന് പറയാൻ കാരണം? ഒരു പോസിറ്റീവ് അയൺ, ഒരു നെഗറ്റീവ് അയൺ, ഒരു പോസിറ്റീവ് അയൺ, ഒരു നെഗറ്റീവ് അയൺ, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത ഒരു ക്രിസ്റ്റലാണ്. ഇതിന് ഡീവിയേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഷോട്ട്കി ഡിഫക്റ്റ് ആണ് ഇതിൽ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കൂ, എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ നിന്ന് ഒരു കാറ്റയോണും മിസ്സായി, ഒരു ആനയോണും അവിടുന്ന് മിസ്സായി പോയി അല്ലേ? അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു കാറ്റയോൺ വേക്കൻസിയും ആനയോൺ വേക്കൻസിയും ക്രിയേറ്റ് ചെയ്തു അല്ലേ? മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ്. എവിടുന്നാ പോയേ? ലാറ്റിസ് സൈറ്റ് എന്നാണ്. അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്തു. ആ വേക്കൻസിക്ക് പറയുന്ന പേരാണ് കാറ്റയോണിക് വാക്കൻസി എന്നും ആനയോണിക് വാക്കൻസി എന്നും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു നോക്കൂ, കാറ്റയോണിക് വാക്കൻസിയുടെയും ആനയോണിക് വാക്കൻസിയുടെയും ഫലമായിട്ട് എന്താണ് ഇന്ന് സംഭവിച്ചത്? എന്താ സംഭവിച്ചത് നോക്കൂ നിങ്ങള്, എന്താ സംഭവിച്ചത്? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്? അയോണിക് സോളിഡിലാണ് ഷോട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? അതിന് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിന് ഈക്വൽ നമ്പർ ഓഫ് ആനയോണും കാറ്റയോണും എന്താകുന്നു? മിസ്സായി പോകുന്നു. പിന്നെ അതിന്റെ ഫലമായിട്ട് ഷോട്ട്കി ഡിഫക്റ്റ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ഷോട്ട്കി ഡിഫക്റ്റ് എങ്ങനത്തെ കോമ്പൗണ്ട് ആണ് കാണിക്കുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത് അയോണിക് കോമ്പൗണ്ട്.
വേറൊരു പ്രത്യേകത കൂടി അയണിക് കോമ്പൗണ്ട് ആയാൽ മാത്രം പോരാ, കാറ്റയോൺ ആൻഡ് ആനിയോൺ ഹാവ് ആൾമോസ്റ്റ് സിമിലർ സൈസ് ആയിരിക്കണം. കാറ്റയോണിന്റെയും ആനിയോണിന്റെയും സൈസ് എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. എക്സാമ്പിൾ ആണ് NaCl, KCl, CaCl, AgBr. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഷോർട്ട്കി ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ടൈപ്പ് ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങൾ, ഇതൊരു പെർഫെക്റ്റ്ലി ഓർഡർഡ് ക്രിസ്റ്റലാണ്. പോസിറ്റീവ് അയൺ ആൻഡ് നെഗറ്റീവ് അയൺസ് ആർ റെഗുലർ ആയിട്ട് ഓർഡർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ഡീവിയേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? നിങ്ങൾക്കതിൽ നോക്കിയാൽ മനസ്സിലാവും. എന്താ സംഭവിച്ചു? അവിടുന്ന് ഒരു കാറ്റയോണ് മിസ്സായല്ലേ ചെയ്തു? എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഷോർട്ട്കി ഡിഫക്റ്റിൽ എന്താ ചെയ്തത്? കാറ്റയോണും ആനയോണും അവിടുന്ന് മിസ്സായി, അവിടുന്ന് പോയി. ഇവിടുന്ന് പോകുന്നില്ല. എങ്ങനെന്താ? ഷിഫ്റ്റ് ചെയ്യാണ്. എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്തത്? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. യൂഷ്വലി കാറ്റയോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യാറ്. എന്താ കാരണം? കാറ്റയോണിന്റെ സൈസ് സ്മോൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ അല്ലേ? അപ്പൊ കാറ്റയോണിന്റെ സൈസ് സ്മോൾ ആയ കാരണം അത് എങ്ങോട്ട് പോകുന്നു? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ ലാറ്റിസ് പൊസിഷനിൽ ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. ആ വാക്കൻസിക്കാണ് എന്ത് പേര് പറഞ്ഞത്? നിങ്ങൾ കണ്ടല്ലോ, എന്താ പേര്? കാറ്റയോണിക് വാക്കൻസി. എവിടേക്കാ പോയത്? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺ ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നില്ല? ഡെൻസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇല്ലല്ലോ. ഇവിടെ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ് ചെയ്യണം അല്ലേ? അതുകൊണ്ട് തന്നെ നോ ഡെൻസിറ്റി റിമൈൻസ് സെയിം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റിൽ പറഞ്ഞത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് അയോണിക് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? ലാർജ് ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് അയൺ. അയോണിക് കോമ്പൗണ്ട് ആവണം. പിന്നെന്താ പ്രത്യേകത? അയൺസിന്റെ സൈസിൽ എന്ത് വരണം? ഡിഫറൻസ് വരണം. ഇനി സ്മോളർ അയൺ സാധാരണഗതിയിൽ ആരാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? കാറ്റയോൺ ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇസ് നോർമൽ സൈറ്റ് ടു ലാറ്റിസ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നോർമൽ പൊസിഷനിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു വാക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. എവിടെ പോയി നിൽക്കുന്നു? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ അത് പോയി നിൽക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഡിഫക്റ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു. ഇറ്റ് ഡസ് നോട്ട് ആൾട്ടർ ദ ഡെൻസിറ്റി ഓഫ് ദി സോളിഡ്. സോളിഡിന്റെ ഡെൻസിറ്റിന് എന്ത് ചെയ്യുന്നില്ല? ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ ഫലമായിട്ട് ഡെൻസിറ്റിക്ക് ഒരു അർത്ഥം സംഭവിക്കുന്നില്ല. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എക്സാമ്പിൾസ് ആണ്. ZnS, AgCl, AgBr, AgI ഇതൊക്കെ എന്ത് കാണിക്കുന്നു? ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നു. കാരണം എന്താണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാരണമാണ് അതിലുള്ള due to the small size of Ag plus Zn2 plus ഇതിന്റെ സ്മോൾ സൈസ് കൊണ്ടാണ് ഇത് എന്ത് കാണിക്കുന്നത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, എല്ലാ വർഷവും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. കൃത്യമായിട്ടത് രണ്ട് റോളാക്കി നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് നോക്കൂ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് അത് സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ആണ്. ഷോർട്ട്കി ഡിഫക്റ്റും എന്തുതന്നെയാണ്? സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ആണ്. രണ്ടിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി റിമൈൻസ് സെയിം. മൂന്നാമത്തെ പോയിന്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് occurs in solids, ionic solids having smaller cation. That's important. Friendly defect occurs in ionic solid have smaller cation. Schottky defect occurs in ionic solid have similar ionic size. Similar ionic size ഉള്ളതാണ് എന്ത് കാണിക്കുന്നത്? ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? മിസ്പ്ലേസ്മെന്റ് ഓഫ് കാറ്റയോൺസ് ആണ്. ഷോർട്ട്കി ഡിഫക്റ്റ് missing of equal number of cation and anion. Last point,
Frenkel defect density remains same. Schottky defect density എന്ത് ചെയ്യുന്നു? decrease ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ നന്നായി പഠിക്കണം ഈ രണ്ട് ഡിഫക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ഡിഫക്റ്റ് പഠിക്കാം. പോയിന്റ് ഡിഫക്റ്റിലെ രണ്ടാമത്തെ ഡിഫക്റ്റ് ആണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. നിങ്ങൾക്ക് ആ പേര് തന്നെ അറിയാൻ പറ്റും. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്താ, എങ്ങനെയാവും ഡീവിയേഷൻ സംഭവിക്കുക? ആ പേരെന്താ? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പോൾ ആ ക്രിസ്റ്റലിൽ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി വന്ന് എന്ത് സംഭവിക്കുന്നു? ഐഡിയൽ അറേഞ്ച്മെന്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് മോൾട്ടൺ NaCl ഇത് കണ്ടെയ്നിങ് ലിറ്റിൽ എമൗണ്ട് ഓഫ് SrCl2. അതായത് ഇൻ ദിസ് കേസ് SrCl2ലുള്ള Sr2+ ഇവിടെ വന്ന് നിൽക്കുന്നു. രണ്ട് Na+നെ അയണിനെ അവിടുന്ന് എന്ത് ചെയ്യുന്നു? മാറ്റിയിട്ട് അവിടെ എന്ത് വരുന്നു? Sr2+ വരുന്നു. Sr2+ എവിടേക്ക് വരുന്നു? NaCl ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ അവിടെ എത്ര വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു? Sr2+ വരുമ്പോൾ 2 വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഒരു വേക്കൻസിയിൽ ആര് കയറി നിൽക്കുന്നു? Sr2+ കയറി നിൽക്കുന്നു. മറ്റേത് എന്തായിട്ട് കിടക്കുന്നു? വാക്കന്റ് ആയിട്ട് കിടക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് വരുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് molten NaCl with little amount of SrCl2 resulting Sr2+ occupying in the sum of the sides of Na+. എവിടെ പോയി occupy ചെയ്യുന്നു? Na+ സൈറ്റിൽ പോയി occupy ചെയ്യുന്നു. അതായത് ഓരോ each Sr2+ replies 2 Na+. ഒരു Sr2+ എത്ര Na+നെ റീപ്ലേസ് ചെയ്തു? 2 Na+നെ റീപ്ലേസ് ചെയ്തു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അതിന്റെ എവിടെ പോയി occupy ചെയ്തു? It occupied the site of one of the ion and the other site remained vacant. നിങ്ങൾ കണ്ടല്ലോ, ഒരു സൈറ്റിൽ ആര് പോയി occupy ചെയ്തു? Sr2+ occupy ചെയ്തു. മറ്റേ സൈറ്റ് എന്തായി കിടന്നു? വാക്കന്റ് ആയി കിടന്നു. The cationic vacancies thereby produced are equal to the number of to that of Sr2+. എന്തിന്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും? Sr2+ന്റെ നമ്പറിന് ഈക്വൽ. വേറെ Sr2+ വന്നാൽ വേറെ 2 Na+നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. അനദർ എക്സാമ്പിൾ, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്ന അനദർ എക്സാമ്പിൾസ് ആണ് അയണിക് സൊല്യൂഷൻ ഓഫ് CdCl2 ആൻഡ് AgCl. ഇതെന്ത് കാണിക്കുന്നു? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്നു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടൈപ്പ് ഡിഫക്റ്റ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ഡിഫക്റ്റ് ആണ് non-stochiometric defect. Non-stochiometric defect. Non-stochiometric എന്ന് പറഞ്ഞാൽ non-stochiometric defect എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. This defect affect the stochiometric composition of the compound. എന്തിനെ എഫക്ട് ചെയ്യുന്നു? സ്റ്റോഷിയോമെട്രി. ആ കമ്പൗണ്ടിന്റെ ആ ക്രിസ്റ്റലിന്റെ എന്തിനെ എഫക്ട് ചെയ്യുന്നു? സ്റ്റോഷിയോമെട്രിനെ എഫക്ട് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പിലുണ്ട്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും 2 ടൈപ്പില് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും. ഫസ്റ്റ് വൺ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 ടൈപ്പിൽ മെറ്റൽ എക്സസ് ആവാം. ആ പേര് ഓർത്താൽ മതി നിങ്ങൾ. മെറ്റൽ എക്സസ് വരുന്ന 2 ടൈപ്പിൽ മെറ്റൽ എക്സസ് വരാം. എങ്ങനെയൊക്കെ വരാം? ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ഇങ്ങനെ വരാം, ആനയോൺ വേക്കൻസിയിലൂടെ മെറ്റൽ എക്സസ് വരാം. രണ്ടാമത്തത് എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ദി ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ. എവിടെ? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ എക്സ്ട്രാ കാറ്റയോൺ വന്നിട്ടും എന്ത് വരാം? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരാം. ഓക്കെ, ഓരോ ടൈപ്പും 2 ടൈപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു അനയോണിക് വാക്കൻസി.
എക്സസ് ഡിഫക്റ്റ് ഏതിന്റെ ഫലമായിട്ട് വരുന്നു? ആനയോണിക് വേക്കൻസിയുടെ ഫലമായിട്ട് ഏത് വരുന്നു? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരുന്നു. ഓക്കെ, നോക്കൂ എങ്ങനെയാണ് വരുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. എന്താണ് എക്സാമ്പിൾ? എന്താണ്? NaCl. ഈ NaCl എന്ന് പറഞ്ഞ ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, NaCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പെർഫെക്റ്റ് ഓർഡർഡ് ക്രിസ്റ്റൽ ആണെങ്കിൽ Na+Cl- Na+Cl- അങ്ങനെയായിരിക്കും. ആ NaCl ക്രിസ്റ്റലിനെ നോക്കൂ നിങ്ങൾ ഹീറ്റ് ചെയ്യും. എന്തിന്റെ പ്രസൻസിലാണ്? സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ. എന്താ പറഞ്ഞത്? NaCl ക്രിസ്റ്റലിനെ, അയണിക് സോളിഡിനെ, NaCl എന്ന് പറഞ്ഞ അയണിക് സോളിഡിനെ എന്ത് ചെയ്യുന്നു? സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ആ സോഡിയം ആറ്റം ഡെപ്പോസിറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി ക്രിസ്റ്റൽ. സോഡിയം ആറ്റം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഈ ക്രിസ്റ്റലിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ നിങ്ങൾ, ആ സോഡിയം ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു? സോഡിയം ആറ്റം എന്ത് സംഭവിക്കുന്നു? ഒരു ഇലക്ട്രോണിനെ അതിന് റിലീസ് ചെയ്തിട്ട് എന്തായി മാറി? Na+ ആയി മാറി. സോഡിയത്തിന് എപ്പോഴുള്ള ഒരു ടെൻഡൻസിയാണ് അതിന് എന്തായി മാറാനുള്ള ടെൻഡൻസി ഉണ്ട്? Na+ ആയി മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോ ആ സർഫസിലുള്ള എന്ത് സോഡിയം ആറ്റം എന്തായി മാറി? Na+ ആയി മാറി. ഈ Na+ന്റെ അടുത്തേക്ക് നമ്മുടെ ക്രിസ്റ്റലിലുള്ള ആരങ്ങോട്ട് വരുന്നു? ഒരു Cl- അങ്ങോട്ട് വരുന്നു. ആരടുത്തേക്ക് വരുന്നു? Na+ന്റെ അടുത്തേക്ക് വരുന്നു. അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആ Cl- വന്നിടത്ത് എന്ത് വന്നു? ഒരു വേക്കൻസി വന്നില്ലേ? ആ വേക്കൻസിയിലേക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലേ? എവിടെ ഇലക്ട്രോൺ? സോഡിയം ആറ്റം Na+ ആയപ്പോ എങ്ങനെ സോഡിയം ആറ്റം Na+ ആയത് നേരത്തെ കാണിച്ചു. ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ടാണ്. ആ ഇലക്ട്രോൺ ഇവിടെ വന്നു നിന്നു, നമ്മുടെ ക്ലോറിൻ പോയ സ്ഥലത്ത് വന്നു നിന്നു. ഓക്കെ, ആ സ്ഥലത്തിന് ആ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്ത ആ പൊസിഷന് പറയുന്ന പേരാണ്, നിങ്ങൾ കണ്ടു, എക്സ് സെന്റർ അല്ലെങ്കിൽ ഫാറ്റ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Ionic site occupied by electron. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ് സെന്റർ. ഈ എക്സ് സെന്ററിലുള്ള ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഫ്രം ദി വിസിബിൾ ലൈറ്റ്. അതിന്റെ ഫലമായിട്ടാണ് NaCl-നെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് യെല്ലോ കളർ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? NaCl-നെ ഹീറ്റ് ചെയ്യുമ്പോൾ NaCl is heated in presence of sodium vapor. It becomes yellow in color. എന്താണ് അതിൻ്റെ റീസൺ? പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറയുന്നു. NaCl-നെ എന്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു? സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ NaCl-ലുള്ള Cl- ആരടുത്തേക്ക് പോകുന്നു? സോഡിയത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ക്രിസ്റ്റലിന്റെ സർഫസിലുള്ള സോഡിയത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ സോഡിയം അയോണൈസ് ചെയ്തിട്ട് എന്തായി മാറുന്നു? Na+ ആയി മാറുന്നു. Na+ ആരായിട്ട് കമ്പൈൻ ചെയ്യുന്നു? Cl- കമ്പൈൻ ചെയ്യുന്നു. അയോണൈസ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺ ഇവിടെ പോയി നിൽക്കുന്നു, ആനയോണിക് സൈറ്റിൽ പോയി നിൽക്കുന്നു. ആ പൊസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഇലക്ട്രോൺ അവിടെ ആ ആനയോണിക് സൈറ്റിൽ അതിനെ ഇലക്ട്രോണിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ് സെന്റർ. ആ എക്സ് സെന്ററിലെ ഇലക്ട്രോണ് visible light absorb energy from the visible light, so it produce yellow in color. ഇതേ ആൻസർ തന്നെയാണ് ലിഥിയം ക്ലോറൈഡിന്റെ കേസിൽ. ഇറ്റ് മേക്ക് പിങ്ക് ഇൻ കളർ. ലിഥിയം ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ലിഥിയത്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പിങ്ക് കളറായി മാറുന്നു. അതേപോലെ തന്നെ KCl-നെ ഹീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ്, പൊട്ടാസ്യത്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളറായി മാറുന്നതും ഈ സെയിം റീസൺ ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ്, മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. നേരത്തെ പറഞ്ഞത്
മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോൺ വേക്കൻസി ആയിരുന്നു. ഇത് രണ്ടാമത്തെ ടൈപ്പ്. മെറ്റൽ എക്സസ് ഡിഫക്ട് രണ്ട് ടൈപ്പിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. എവിടെ പോയി നിൽക്കുന്നു? ഇന്റർസ്റ്റീഷ്യൽ സൈഡിൽ എക്സ്ട്രാ കാറ്റയോൺ വരുന്നതിന്റെ ഫലമായിട്ട് എന്ത് വരുന്നു? മെറ്റൽ എക്സസ് ആയി വരുന്നു. ഓക്കെ, കൺസിഡർ. എന്താണ് നിങ്ങൾ കണ്ടത്? സിങ്ക് ഓക്സൈഡിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ അതിന്റെ കളർ എന്താണ്? വൈറ്റ് കളറാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് ഓക്സിജൻ ലോസ് ചെയ്തിട്ട് അത് എന്തായി മാറുന്നു? യെല്ലോ കളറായി മാറുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് Zn-നെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെയായി മാറുന്നു? Zn2 പ്ലസ് ഹാഫ് O2 പ്ലസ് 2 ഇലക്ട്രോൺ. ഓക്സിജൻ റിലീസ് ചെയ്തിട്ട് Zn2 പ്ലസ് 2 ഇലക്ട്രോൺ ആയി മാറുന്നു. അപ്പൊ Zn2 പ്ലസും 2 ഇലക്ട്രോൺ ഇല്ലേ? ഈ Zn2 പ്ലസ് എവിടേക്ക് മൂവ് ചെയ്യുന്നു? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. നൈബർഹുഡ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഇക്വാലന്റ് നമ്പർ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? അക്കോമഡേറ്റ് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ. അതായത് നിങ്ങൾ നോക്കൂ, Zn2 പ്ലസ് O2 പ്ലസ് Zn2 പ്ലസ് നിങ്ങൾ കണ്ടല്ലോ ആ ക്രിസ്റ്റലിന്. അതിൽ നോക്കൂ നിങ്ങൾ, ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ആര് പോയി നിൽക്കുന്നു? നമ്മളെ Zn-നെ ഹീറ്റ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത Zn2 പ്ലസ് എവിടെ പോയി നിന്നു? നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിക്ചറിൽ. എവിടെ പോയി നിന്നു? Zn2 പ്ലസ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ പോയി നിന്നു. എത്ര ഇലക്ട്രോൺ ഉണ്ട്? Zn2 പ്ലസ് ആകുമ്പോൾ അത്രയും നമ്പർ ഇലക്ട്രോൺ. Zn2 പ്ലസ് ആണ്, 2 ഇലക്ട്രോൺ. നോക്കൂ, നൈബർഹുഡ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ ആര് പോയി നിൽക്കുന്നു? ഇലക്ട്രോൺ പോയി നിൽക്കുന്നു. ഓക്കെ, ഇതാണ് Zn-നെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ വന്നത്? ഏത് കളറാവുന്നത്? യെല്ലോ കളറായി മാറുന്നത്. ഓക്കെ, എന്താ റീസൺ? ഇസ് ഡ്യൂ ടു മെറ്റൽ എക്സസ് ഡിഫക്ട്. എന്താണ്, എങ്ങനെയാ വന്നത്? എക്സ്ട്രാ അയൺ എവിടെ പോയി നിന്നു? ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിൽ പോയി നിന്നു. ക്ലിയർ ആയിട്ടല്ലോ? നെക്സ്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. രണ്ടാമത്തെ ടൈപ്പ് ഡിഫക്ട് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും ഉണ്ട്. എന്താണെന്ന് നോക്കൂ. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് അതായത് മെനി സോളിഡ്സ് possess less amount of metal as compared to stoichiometric proportion. For example, FeO. FeO in the case mostly formed with the composition. And the composition എന്ന് പറയുന്നത് Fe.95 ആണ്. Fe എത്രയാണ് വന്നിട്ടുള്ളത്? 0.95 OU. പക്ഷെ ആക്ച്വലി അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് Fe93O to Fe.962 O. In crystal of FeO in the case some Fe2 plus cation are missing and the loss of positive charge. It is made up by the presence of repeated number of Fe3 plus Ia. Okay, ഇത്രയാണ് നിങ്ങൾ ഇതിൽ ഓർക്കേണ്ടത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൽ ഓർക്കേണ്ടത്. അപ്പം ഇത്രയാണ് എന്ത് imperfection or defect in a crystal. Okay, imperfection രണ്ട് ടൈപ്പ് പറഞ്ഞു. പോയിന്റ് ഡിഫക്റ്റ് എന്നും ലൈൻ ഡിഫക്റ്റ് എന്നും. പോയിന്റ് ഡിഫക്റ്റ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പോയിന്റ് ഡിഫക്റ്റ് 3 ടൈപ്പിൽ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക്, ഇംപ്യൂരിറ്റി. ക്ലിയർ?